ഹായ്, ദിസ് ഈസ് മീ കസാഖ് ബെഞ്ചാലി. നമുക്ക് എങ്ങനെ നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് ഏതൊരാൾക്കും വിൽക്കാൻ പറ്റും? ഹൗ ടു സെൽ യുവർ പ്രോഡക്റ്റ് ടു എനി വൺ, ടു എനിത്തിങ്, ടു എനി വൺ. സോ 2024 2025 ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു മികച്ച സെയിൽസ്മാൻ ആവാമെന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. കാരണം സെയിൽസ് എപ്പോഴും നമുക്കറിയാം അതൊരു കുറേ ക്യാപ്പബിലിറ്റി എന്നുള്ളതിനും അപ്പുറത്ത് ക്ലോസിങ് എബിലിറ്റിയാണ്. നമുക്ക് എങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് കസ്റ്റമറെ കൺവിൻസ് ചെയ്ത് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്ലോസിംഗ് ആണ് സെയിൽസിലെല്ലാം. സോ നിങ്ങളുടെ ടീമിന് ക്ലോസിംഗ് എബിലിറ്റി ഇല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി. ഞങ്ങൾ ട്രെയിനിങ്ങിലൂടെയും കൺസൾട്ടിങ്ങിലൂടെയും ഒരു ക്ലോസിംഗ് എബിലിറ്റി സെറ്റാക്കും. അതോടൊപ്പം തന്നെ പല ബിസിനസ്സിൻ്റെയും സെയിൽസ് സിസ്റ്റം ഫെയിലിയർ ആയിരിക്കും. ബാക്കിയുള്ള സിസ്റ്റമൊക്കെ എഫിഷ്യൻ്റ് ആയിരിക്കും, പക്ഷേ സെയിൽസ് സിസ്റ്റം, സെയിൽസിൻ്റെ കസ്റ്റമർ മീറ്റ് ചെയ്യുന്നതൊക്കെ ഫെയിലിയർ ആയിരിക്കും. അപ്പം ഞങ്ങൾ പ്രധാനമായിട്ടും ഞങ്ങൾ ചെയ്യുന്നത് ഒരു ബിസിനസ്സിൻ്റെ സെയിൽസ് സിസ്റ്റത്തെയും സെയിൽസ് ടീമിനെയും ട്രെയിനിങ്ങിലൂടെയും കൺസൾട്ടിങ്ങിലൂടെയും മെൻറ്ററിങ്ങിലൂടെയും സിസ്റ്റമൈസ് ചെയ്ത് അവരുടെ ടേൺ ഓവർ 10 ഇരട്ടിയും 20 ഇരട്ടിയൊക്കെ സെയിൽസ് സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ കൂട്ടാൻ സഹായിക്കുന്ന കൺസൾട്ടൻസി പ്രോഗ്രാംസാണ് നമ്മൾ ചെയ്യുന്നത്. സോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി. വി വിൽ ഹെൽപ്പ് യു. സോ ഇന്ന് പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഏതൊരു പ്രൊഡക്റ്റും ഏതൊരു വ്യക്തിക്കും ക്ലോസ് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? പ്രിപ്പയർ യുവർ OP ആൻഡ് BP. എന്താണ് OP ആൻഡ് BP? എപ്പോഴും മനസ്സിലാക്കുക, ഒരു സെയിൽസ് മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ നെഗോസിയേഷൻ. അതിനകത്തൊരു നെഗോസിയേഷൻ ഉണ്ടാവും. കസ്റ്റമർക്ക് ബെനിഫിറ്റ് ആയ രീതിയിൽ വാങ്ങിച്ചെടുക്കാൻ ശ്രമിക്കും. നമുക്ക് പ്രോഫിറ്റും കൂടെ ഉള്ള രീതിയിൽ അത് വിൽക്കാൻ ശ്രമിക്കും. സോ അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. എന്താണ് നമ്മുടെ ഓഫർ പ്രൈസ്, എത്രയാണ് നമ്മുടെ ഇനീഷ്യൽ ഓഫർ പ്രൈസ്, എത്രയാണ് പരമാവധി നമുക്ക് പോകാൻ കഴിയുന്ന ബൗണ്ടറി പ്രൈസ്, എത്രയാണ്. ദാറ്റ് ഈസ് കോൾഡ് BP. അപ്പോൾ ഓഫർ പ്രൈസ്, BP പ്രൈസ്, ഇത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിൻ്റെ താഴെ പോവുകയാണെങ്കിൽ ഗുഡ് ബൈ, നല്ല നമസ്കാരം എന്ന് പറഞ്ഞ് പോരാനും നമുക്ക് പറ്റണം. സോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അപ്പോഴേ നമുക്ക് ആ സെയിൽസ് പ്രോഫിറ്റബിൾ ആവത്തുള്ളൂ. നഷ്ടത്തിന് വിൽക്കാൻ ശ്രമിക്കരുത്. ഇത് അറിഞ്ഞില്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് കസ്റ്റമർ പറഞ്ഞ് വിലയ്ക്ക് വിറ്റ് പോരേണ്ടി വരും, അല്ലെങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞ് വിൽക്കാൻ ശ്രമിക്കും. സോ ഡോണ്ട് ഗോ ഫോർ ദാറ്റ് ലിമിറ്റ്. ഓക്കെ, സോ ബൗണ്ടറി പ്രൈസ് നിൽക്കുക, അതിന് താഴേക്ക് പോകാതിരിക്കണം. കാരണം ഏതൊരു സെയിലും അത് പ്രോഫിറ്റിലേ നടക്കാൻ പാടുള്ളൂ. ഇനി രണ്ടാമത്തെ സ്ട്രാറ്റജിയാണ് ബി ഡം. ഒരു നെഗോസിയേഷനിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര സ്മാർട്ടായിട്ട് അഗ്രസീവായിട്ട്, അല്ലെങ്കിൽ ഇത് എനിക്ക് പറ്റില്ലെന്നൊന്നും പറയണ്ട. അതായത് നിങ്ങൾ പ്രൊഡക്റ്റ് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത്, പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്തൊക്കെ ഭയങ്കര നല്ല സ്മാർട്ടായിട്ട് തന്നെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യണം. പക്ഷേ നെഗോസിയേഷനിൽ വരുന്ന സമയത്ത് നിങ്ങളൊരു ഒന്നും അറിയാത്ത ഒരാളെ പോലെ, അല്ലെങ്കിൽ ഒരു സബ്മിസീവ് മോഡിലിരിക്കാം. അവർക്ക് വിട്ടുകൊടുത്തിട്ട് അവരോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന പോലെയാണ് പറയേണ്ടത്. അതായത് സംഗതിയൊക്കെ ശരിയാണ്, സോ എന്നെ ഒന്ന് ഈ പ്രൊഡക്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളും കൂടെ വിചാരിച്ചാൽ ഇത് നടക്കത്തുള്ളൂ. അവിടെ നമ്മൾ ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ട് നമ്മളൊരു സ്മാർട്ട് ഫേസിൽ നമ്മൾ നിൽക്കേണ്ട, മറിച്ച് അവരംഗീകരിച്ച് സർ എനിക്കൊരു നിവൃത്തി ഇല്ലെങ്കിൽ ഞാൻ ഈ നഷ്ടത്തിന് തരാൻ ശ്രമിക്കും, പക്ഷേ ഇവിടെ എനിക്കത് തരാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ഒരു മിനിമം മാർജിനിൽ എന്നെ ഇത് വിൽക്കാൻ സഹായിക്കൂ എന്ന് പറയുന്നതാണ് രീതി. അതായത് ഡംപ്, ഒരു പഴഞ്ചൊല്ലുന്നുണ്ട്, സ്മാർട്ടായിട്ടുള്ള ആളുകൾ സ്മാർട്ട് ലൂസ് മണി, ഡംപ് മേക്ക് മണി. നമ്മൾ നെഗോസിയേഷനിൽ നിൽക്കുന്ന സമയത്ത് ഒന്നും അറിയാത്ത അവർക്ക് കീഴ്പ്പെട്ട് നിൽക്കുന്നു എന്നുള്ള ഫീലിൽ നിൽക്കലാണെന്നില്ല. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം ഇമോഷണലി അയാൾക്കൊരു അപ്പർ ഹാൻഡ് ഫീൽ ചെയ്യും. നമ്മൾ അയാൾ പറഞ്ഞത് കേട്ടിട്ടാണ് ചെയ്യുന്നത്. നമ്മളൊരു റിക്വസ്റ്റ് സബ്മിസീവ് മോഡലാണെന്ന് വരുമ്പോൾ അവർ നമ്മളുടെ നെഗോസിയേഷൻ പാർട്ടിലേക്ക് കുറേ കൂടി ഈസി ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. സോ നെഗോഷിയേഷനിൽ നിങ്ങൾ സ്മാർട്ടാവരുത്. അവർ സ്മാർട്ടാണെന്ന് അവരെ ഫീൽ ചെയ്യിപ്പിച്ച് നിങ്ങൾ സബ്മിസീവ് മോഡിലേക്ക് മാറലാണ് നല്ലത്. അതിന് നമ്പർ 3, ബി വേരിയബിൾസ്. ഒരു നെഗോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിൻ വിൻ ആണെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമർ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേരിയബിൾസ് നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പറ്റും, അഡീഷണൽ സർവീസ് എന്തൊക്കെ കൊടുക്കാൻ പറ്റും, അഡീഷണൽ ഗ്യാരണ്ടി എക്സ്റ്റൻഷൻ എന്തൊക്കെ കൊടുക്കാൻ പറ്റും, വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പീരീഡുകൾ കൊടുക്കാൻ പറ്റും, ഡിസ്കൗണ്ടുകൾ കൊടുക്കാൻ പറ്റും, ഫെസ്റ്റിവൽ ഓഫർ എന്തെങ്കിലും കൊടുക്കാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് റീസൺ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അഡീഷണൽ ട്രെയിനിങ് സർവീസ്, അല്ലെങ്കിൽ ഇൻസ്റ്റലേഷൻ, അല്ലെങ്കിൽ DLP പീരീഡിൻ്റെ 1 ഇയർ എക്സ്റ്റൻഷൻ, ഇങ്ങനെ നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ എന്തെങ്കിലും അഡീഷണൽ കൊടുക്കാൻ പറ്റും. കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ വാല്യൂവിനെ നിങ്ങൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സോ ടെൽ ദം മോർ അബൌട്ട് ദ ബെനിഫിറ്റ്. ഈ എന്തുകൊണ്ടാണ് നെഗോസിയേഷനിൽ നിങ്ങൾ ഈ പ്രൈസ് പറയുന്നത്, നിങ്ങൾക്ക് ഇതൊക്കെ തരാൻ പറ്റും, ഇതൊക്കെ തരാം, അതോടൊപ്പം തന്നെ യു ആർ ഗോയിങ് ടു ഗെറ്റ് ദിസ് മച്ച് വാല്യൂ. അത് അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇൻവോൾവ് ചെയ്യിച്ച് ആ ഓഫർ കൊടുക്കുന്നതിൻ്റെ വാല്യൂ നിങ്ങൾ പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു. സോ നിങ്ങൾക്കിത് 5000 രൂപയുടെ ഇത് ഞങ്ങൾ ഇതിൻ്റെ കൂടെ തരാൻ പോകുന്നു. സോ നിങ്ങൾ കൊടുക്കാൻ പോകുന്ന ഓഫർ അയാളുടെ ഉള്ളിലുണ്ടാക്കാൻ പോകുന്ന വാല്യൂ ചേഞ്ചിനെ അയാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വേരിയബിൾ എന്ന് പറയുന്ന സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ചെയ്യേണ്ടത്. ആൻഡ് നമ്പർ 4, പാർട്ട്ണർഷിപ്പ് ഓവർ പ്രൈസിങ്.
ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമേഴ്സ് പറയും ഞങ്ങൾക്ക് ഇതിനേക്കാളും വില കുറഞ്ഞ് അവിടെ കിട്ടാനുണ്ട്, ഇവിടെ കിട്ടാനുണ്ട്, ഇതിനേക്കാളും വില കുറഞ്ഞ് കിട്ടാൻ മറ്റു മാർഗ്ഗങ്ങളുണ്ട് എന്നെല്ലാം പറയും. അവിടെ സമയത്ത് അപ്പാർട്ട് ഫ്രം ദ പ്രൈസിങ് നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് ഇതാണ്. ഞങ്ങളുടെ ലുലുവിൻ്റെ പാർട്ട്ണറാണ്, ലുലുവിൻ്റെ ട്രെയിനിങ് പാർട്ട്ണറാണ് ഞങ്ങൾ. ലുലുവിൻ്റെ ലീഡേഴ്സിൻ്റെ ട്രെയിനിങ്, അതുപോലെ തന്നെ കേരളത്തിൽ ഈ നമ്പർ 1 കമ്പനികളായി ഇന്ന കമ്പനികൾക്കൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, ഇന്ന ഓൺടർപ്രണേഴ്സിനൊക്കെ ഞങ്ങളാണ് ബിൽഡ് ചെയ്യുന്നത്. സോ ഈ രീതിയിലാണ് ഞങ്ങളിത് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ മേഖലയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിനെ നിങ്ങൾക്ക് സെറ്റാക്കാൻ കഴിയണം. ആൻഡ് നമ്പർ 5, ക്ലോസിങ് ഫിയേഴ്സ്. പല കസ്റ്റമേഴ്സിനും ക്ലോസിങ് പേടിയാണ്, പ്രൈസ് കൊടുക്കുക, ഡീലിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഭയങ്കര പേടിയാണ്, സെയിൽസ്മാൻമാർക്കും പേടിയാണ്. സോ കസ്റ്റമറെ ക്ലോസിംഗ് എന്ന് പറയുന്നത് കോൺഫിഡൻസ് കൂട്ടി, ഇതൊരു ഹയർ പ്രൈസ് അല്ല, ഇത് പേയ്മെൻറ്റ് ചോദിക്കാൻ പേടിയാണ്, അല്ലെങ്കിൽ ഡീല് ക്ലോസ് ചെയ്യാൻ പേടിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ സൊല്യൂഷനിലേക്ക് തന്നെ ഹൈലൈറ്റ്. സർ, ഇനി ഞാൻ സാറിന് ഈ പറയുന്ന ഡൗട്ടുകൾ എല്ലാ കാര്യവും ഞാൻ ക്ലിയർ ചെയ്തെന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഇഷ്യൂസും ഞാൻ സോൾവ് ചെയ്ത് തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സാറ് ചോദിച്ച എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സാർ ഇപ്പോൾ തന്നെ നമുക്കിത് ഡീൽ ഉറപ്പിച്ചൂടെ? ഡീൽ ഉറപ്പിക്കാൻ സാർ ആ പേനയെന്ന് എടുത്തിട്ട് ഒന്ന് ഡീൽ ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മൾ കസ്റ്റമറെ ഒന്ന് പുഷ് ചെയ്യേണ്ടി വരും. കാരണം കസ്റ്റമർക്ക് നിങ്ങളെപ്പോലെ തന്നെയാണ് ക്ലോസിംഗ് പേടിയാണ്. സോ ഇതാണ് 5 സ്ട്രാറ്റജി. ഈ 5 സ്ട്രാറ്റജി നിങ്ങൾ നിങ്ങളുടെ സെയിൽസ് മീറ്റിങ്ങിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ, കിട്ടുന്ന റിസൾട്ട് കിട്ടും. ഇതിലൂടെ കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ദിസ് ഈസ് മീ, ഖസാക്ക് ബെഞ്ചാലി. താങ്ക് യു.